ഇപ്പോൾ ഇടുക്കി സീറ്റ് വിട്ട് നൽകുന്നതിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഭിന്നത രൂക്ഷമായിരിക്കുന്നു. കോൺഗ്രസിന് മണ്ഡലം നൽകിയാൽ കൂട്ടരാജിക്കൊരുങ്ങുകയാണ് ഒരു കൂട്ടം നേതാക്കളും പ്രവർത്തകരും. രാജ്യഭീഷണി മുഴക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ രംഗത്ത് വന്നു. ഒരു കാരണവശാലും ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് നിന്ന് പിടിച്ചെടുക്കുവാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവരുത്. കാരണം കുടിയേറ്റ മേഖലയിലെ എല്ലാ വിഷയങ്ങളിലും ശക്തമായ സമരം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് പാർട്ടി. അതിന് ധീരോദാത്തമായ നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ PJ ജോസഫ് സാർ. പിണറായി സർക്കാരിൽ ഈ മന്ത്രിസഭയിൽ ഏറ്റവും ആദ്യം പരാജയപ്പെടുന്ന മന്ത്രിയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ വിജയം ഉറപ്പാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും കർഷകരും എന്നുള്ളത് ഈ അവസരം ഞങ്ങൾ സൂചിപ്പിക്കുന്നു. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രാദേശികമായുള്ള എതിർപ്പുകൾ തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു നീക്കം വന്നാൽ അത് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്നുകൂടി ഇപ്പോൾ വന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു. ജിൽസി, വ്യക്തമായും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വവും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും തമ്മിൽ ഒരു പ്രാഥമിക ധാരണ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടുക്കി സീറ്റ് കോൺഗ്രസിന് തന്നെ വിട്ടു നൽകാനുള്ള ആദ്യഘട്ട തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് ജോസഫ് വിഭാഗത്തിനുള്ളിൽ കടുത്ത എതിർപ്പും അതൃപ്തിയും ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് വേരോട്ടമുള്ള മണ്ണാണ് ഇടുക്കി. പ്രത്യേകിച്ച് കർഷക മുന്നേറ്റങ്ങൾ നിരവധി നടന്ന ഇടമാണ്. കുടിയേറ്റ കർഷകരുടെ വോട്ടുകൾ വലിയ തോതിൽ ഉള്ള ഇടമാണ്. ആ നിലയിൽ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമായ ഇടുക്കിയെ കോൺഗ്രസിന് വിട്ടു നൽകിക്കൊണ്ട് ഒരു ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിക്കരുത് എന്ന ആവശ്യമാണ് ഒരു കൂട്ടം നേതാക്കളും പ്രവർത്തകരും PJ ജോസഫിന് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഈ എം മോനിച്ചൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം നേതാക്കളും പ്രവർത്തകരും PJ ജോസഫിനെ നേരിട്ട് കണ്ടു ചെന്നെത്തി ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. എം മോനിച്ചൻ അടക്കമുള്ളവർ പറയുന്നത് ഒരുപക്ഷെ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകിയാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരിക്കും. പാർട്ടിയുടെ അടിത്തറ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും. വലിയ കൂട്ടരാജി ഈ പാർട്ടിയിൽ PJ ജോസഫ് വിഭാഗത്തിൽ ഉണ്ടാകുമെന്നും മോനിച്ചൻ എടുത്തു പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകുന്നതിൽ കടുത്ത അതിർത്തി PJ ജോസഫ് വിഭാഗത്തിലെ ഒരു കൂട്ടം നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതേസമയം തൊടുപുഴയിൽ PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫിനെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ PJ ജോസഫിന്റെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായി വരുന്നു എന്ന് കാണാൻ കഴിയും. അതിന്റെ ഒരു അനുരണനങ്ങൾ കൂടിയാണ് ഇപ്പോൾ എം മോനിച്ചൻ അടക്കമുള്ള നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. തൊടുപുഴയിൽ PJ ജോസഫ് തന്നെ മത്സരിക്കണം എന്ന ആവശ്യമാണ് PJ ജോസഫ് വിഭാഗത്തിലെ ഒരു കൂട്ടം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥി ഇടുക്കി മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന ആവശ്യം വ്യക്തമായി തന്നെയും കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന കാരണം കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആ സീറ്റ് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ വളരെ അടിത്തറ, കേരള കോൺഗ്രസ് പാർട്ടിക്ക് വളരെ അടിത്തറയുള്ള മണ്ണാണ് ഇടുക്കി മണ്ഡലം. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിന്റെ ചിഹ്നമായ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കാനാവുന്ന എല്ലാ സാഹചര്യവും മണ്ഡലത്തിൽ ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഒരു കൂട്ടം നേതാക്കൾ. ഒരുപക്ഷെ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്താൽ അത് പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതയ്ക്ക്, വലിയ രാജിക്ക്, കൂട്ടരാജിക്കടക്കം സാധ്യത തെളിഞ്ഞു വരികയാണ് ഈ ഘട്ടത്തിൽ. ജിൽസി, ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.